കൃഷ്ണ ഗുരുവായൂരപ്പ. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം അറിയാലോ എല്ലാവർക്കും. കേരളത്തിലെ എറണാകുളം ജില്ലയിലുള്ള കണയന്നൂർ താലൂക്കിലെ ചോറ്റാനിക്കരയിലുള്ള പ്രസിദ്ധമായ ക്ഷേത്രമാണ് ചോറ്റാനിക്കര. ജഗദീശ്വരിയായ ആദിപരാശക്തിയാണ് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ. ചോറ്റാനിക്കര അമ്മ എന്ന് അറിയപ്പെടുന്ന ഭഗവതിയെ മഹാലക്ഷ്മി ഭാവത്തിൽ മഹാവിഷ്ണുവിനൊപ്പമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതിനാൽ ലക്ഷ്മി നാരായണ സങ്കല്പത്തിന് ഇവിടെ പ്രത്യേക പ്രാധാന്യമുണ്ട്. കൂടാതെ ഭദ്രകാളി സങ്കല്പത്തിലുള്ള മറ്റൊരു ക്ഷേത്രം ഇവിടെ ഉണ്ട്. അത് പ്രധാന ക്ഷേത്രത്തിന് താഴെ സ്ഥിതി ചെയ്യുന്നു. ഇത് തന്മൂലം കീഴ്ക്കാവ് എന്നാണ് അറിയപ്പെടുന്നത്. ഭഗവതിക്കും മഹാവിഷ്ണുവിനും ഭദ്രകാളിക്കും തുല്യ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ഇക്കാരണത്താലാണ് അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന പ്രസിദ്ധമായ നാമങ്ങൾ ഇവിടെ നിന്ന് ഉടലെടുത്താണ്. 3 പ്രധാന ഭാവങ്ങളിലാണ് ഈ ക്ഷേത്രത്തിൽ ഭഗവതിയെ പ്രധാനമായും ആരാധിക്കുക. അതിനാൽ 3 രീതിയിലുള്ള അലങ്കാരവും 3 രീതിയിലുള്ള പ്രത്യേക പൂജയും ഇവിടുത്തെ പ്രത്യേകതയാണ്. വെള്ള വസ്ത്രത്തിൽ പൊതിഞ്ഞ് വിദ്യാസ്വരൂപിണിയായ മഹാസരസ്വതിയായിട്ട് കൊല്ലൂർ മൂകാംബികാദേവിയുടെ ആ ഒരു ഭാവത്തിൽ പ്രഭാതത്തിലും, ചുവന്ന വസ്ത്രത്തിൽ പൊതിഞ്ഞ് ശ്രീ ഭദ്രകാളിയായി ഉച്ചയ്ക്കും, നീല വസ്ത്രത്തിൽ അലങ്കരിച്ച ദുർഗാ പരമേശ്വരിയായി വൈകുന്നേരവും ആരാധിക്കുന്നു. കൂടാതെ സമ്പത്തിൻ്റെ ഭഗവതിയായ മഹാലക്ഷ്മിയായും ക്ഷേത്രത്തിൽ ശിവസാന്നിധ്യമുള്ളതിനാൽ പാർവതിയായും സങ്കല്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഭഗവതിയുടെ പ്രധാനപ്പെട്ട 5 ഭാവങ്ങളിൽ ആരാധിക്കപ്പെടുന്നതിനാൽ ചോറ്റാനിക്കര അമ്മയെ രാജരാജേശ്വരി അഥവാ ആദിപരാശക്തി ഭാവത്തിൽ ആണ് സങ്കല്പിക്കുന്നത്. സാധാരണയായിട്ട് മാനസിക രോഗങ്ങളും സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ തീരാത്ത ദുഃഖങ്ങളൊക്കെ തീർത്തു തരുന്ന ചോറ്റാനിക്കര അമ്മയാണ് എന്നാണ്. എല്ലാറ്റിനും പരിഹാരം ഉണ്ട് എന്നാണ് വിശ്വാസം. തന്മൂലം ദുരിതം അനുഭവിക്കുന്ന നിരവധി ഭക്തർ ഇവിടെ ഭജനം പാർക്കാനൊക്കെ എത്താറുണ്ട്. പുരാതന കേരളത്തിലെ 108 ദുർഗാക്ഷേത്രങ്ങളിലൊന്നാണ് ചോറ്റാനിക്കര. ചോറ്റാനിക്കരയിലെ മേൽക്കാവ്, കീഴ്ക്കാവ് എന്നിങ്ങനെ 2 ക്ഷേത്രങ്ങളാണ്. മേൽക്കാവാണ് പ്രധാന ക്ഷേത്രം. കീഴ്ക്കാവ് പ്രധാന ക്ഷേത്രത്തിൻ്റെ താഴെയായി സ്ഥിതി ചെയ്യുന്നു. ആദിപരാശക്തിയുടെ മറ്റൊരു ഭാവമായ ഭദ്രകാളിയാണ് കീഴ്ക്കാവിലമ്മ. ഇവിടെയാണ് ഗുരുതി പൂജ എന്ന പ്രസിദ്ധമായ വഴിപാടുള്ളത്. കീഴ്ക്കാവിലേക്ക് പോകാനായിട്ട് മേൽക്കാവിൽ നിന്നും അനേകം പടികളുള്ള വഴികളുണ്ട്. അതേപോലെ ബ്രഹ്മാവ്, ശിവൻ, ഗണപതി, ധർമ്മശാസ്താവ്, സുബ്രഹ്മണ്യൻ, ഹനുമാൻ, ജ്യേഷ്ഠ ഭഗവതി, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ് എന്നിവയൊക്കെയാണ് ഉപദേവതകൾ. അതിപ്പോൾ 1991 ഈ അയ്യപ്പൻ്റെയും ഒക്കെ പുതിയ ക്ഷേത്രം ഉണ്ടാക്കിയത് എന്നാണ് അറിയപ്പെടുന്നത്. ശാസ്താവിന് ഈ ക്ഷേത്രത്തിലൊക്കെ പ്രത്യേക പ്രാധാന്യം ഉണ്ട്. ഭഗവതിയുടെ അംഗരക്ഷകൻ്റെ ഭാവമാണ് ശാസ്താവിന്. അതിനാൽ ശബരിമല തീർത്ഥാടകരെയൊക്കെ ഇവിടെ വന്നിട്ട് ധാരാളം തൊഴുതിട്ടാണ് പോകുന്നത്. കുംഭമാസത്തിലെ രോഹിണി നാളിൽ കൊടിയേറി ഉത്തരനാളിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്ന 9 ദിവസത്തെ ഉത്സവവും ഇതിനിടയിൽ വരുന്ന മകം, പൂരം, തൊഴലുകളുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ട് വിശേഷങ്ങൾ. കൂടാതെ കന്നിമാസത്തിലെ നവരാത്രി, വിദ്യാരംഭം, വൃശ്ചികമാസത്തിലെ തൃക്കാർത്തിക എന്നിവ ഇവിടെ വിശേഷ ദിവസങ്ങളാണ്. ഐതിഹ്യം ഒക്കെ എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യർ സ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്കുള്ള കാര്യം. കാരണം സരസ്വതി ദേവീനെ കേരളത്തിലില്ലാത്ത കാരണം കൊണ്ടുവരാൻ വേണ്ടി മൂകാംബിക പോകുന്നു. അങ്ങനെ മൂകാംബിക ദേവിയെ പ്രസാദിപ്പിച്ചിട്ട് കൊണ്ടുവരുന്നു. അങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ അപ്രത്യക്ഷമാവുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഇവിടെ എത്തിയതും. അങ്ങനെ ഇവിടെ പിന്നെ ചോറ്റാനിക്കര വന്നു ദേവി ഇവിടെ എത്തിയെന്നാണ്. അങ്ങനെയൊക്കെയാണ് ഐതിഹ്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും വളരെ പ്രാധാന്യം അർഹിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ ഇന്നത്തെ ഉച്ചപൂജ കണ്ടു, തൊഴുതു. അതേപോലെ ഇന്നത്തെ ശീവേലിയാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ അതും എല്ലാവരും കാണുക, അനുഗ്രഹം കൂടി കൈപ്പറ്റുക. ഹരേ കൃഷ്ണ.
ഫോണുണ്ടായിരുന്നില്ലേ? ഇതിൽ ഫോണുണ്ടായിരുന്നില്ലേ?